ഹലോ ഫ്രണ്ട്സ്, നിച്ചൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മക്രോണി ഷവർമ്മയാണ്. മക്രോണി ഷവർമ്മ വളരെ ടേസ്റ്റിയായ ഒന്നാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. നമുക്കെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് ചൂടാക്കണം. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ടീസ്പൂൺ ഓയിലും ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു കപ്പ് മക്രോണി ഇട്ട് കൊടുക്കാം. മക്രോണി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. വെന്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്തതിൻ്റെ മുകളിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചെടുക്കുന്നത് നല്ലതാണ്. ഒട്ടാതിരിക്കാനൊക്കെ നല്ലതാണ്. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പാത്രത്തിൽ ഒരു കപ്പ് ക്യാബേജും ഒരു കപ്പ് ക്യാരറ്റും ചെറുതായി ഗ്രേറ്റ് ചെയ്തത് എടുക്കാം. നല്ല ചെറുതായി അരിഞ്ഞെടുക്കണം. അതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞതിടാം. ഇനിയൊരു വലിയ തക്കാളി ആണെങ്കിൽ അതിൻ്റെ പകുതി, അല്ലെങ്കിൽ ചെറിയ തക്കാളി ഫുള്ളും എടുത്ത് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂണ് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മയോണീസാണ്. ഒരു 4 ടേബിൾ സ്പൂൺ മയോണീസ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ മയോണീസ് ഹോം മെയ്ഡ് മയോണീസാണ്. നാല് ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ ഉപ്പും കുരുമുളകും മഞ്ഞളും കൂടി ചേർത്ത് ഒന്ന് വറുത്തെടുത്തതാണ്. അതിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ചിക്കൻ്റെ അളവും നമുക്ക് വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇനി മക്രോണി വേവിച്ച് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുക. നമ്മുടെ മക്രോണി ഷവർമ്മ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയായി റെഡിയാക്കാവുന്ന ഒന്നാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മക്രോണി ഷവർമ്മയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്